വീണ്ടും വാർത്തകളിലേക്കാണ്. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതിയിലേറ്റ പ്രഹരം ചോദ്യം ചെയ്ത് ഗവർണർ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ. അതേസമയം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളിൽ പുതിയ VCമാരെ നിയമിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് സർക്കാർ. VC നിയമനത്തിന് യോഗ്യരായവരുടെ പുതിയ പാനൽ തയ്യാറാക്കി സർക്കാർ ഇന്നു തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. അതിനിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ RSS ഇടപെടൽ പ്രതിരോധിക്കാൻ CPIM നീക്കം ആരംഭിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ VC ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, AKPCTA മുൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ C പത്മനാഭൻ എന്നിവർക്ക് ചുമതല നൽകി കേരള വിദ്യാഭ്യാസ സമിതി പുനഃസംഘടിപ്പിച്ചു. താത്കാലിക VCമാരെ നേരിട്ട് നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നലെയാണ് പുറപ്പെടുവിച്ചത്. ഗവർണർ സർക്കാർ നേർക്കുനേർ പോരിലെ കോടതിയുടെ നിർണായക തീരുമാനം ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് രാഷ്ട്രീയമായും അധികാരപരിധി സംബന്ധിച്ച അഭിമാന തർക്കമെന്ന നിലയിലും കൊടിയ പ്രഹരമായി. ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ അപ്പീലിനില്ല എന്നായിരുന്നു ഗവർണറുടെ ആദ്യ നിലപാടെങ്കിലും വിശദമായ നിയമോപദേശത്തിന് ശേഷം സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ രാജ്ഭവൻ തീരുമാനിച്ചു. വിധിയിൽ വ്യക്തത വേണ്ടതുണ്ടെന്ന് കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നിയമോപദേശം. അതേസമയം KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനങ്ങൾക്കായി പുതിയ പാനൽ ഉടൻ തന്നെ തയ്യാറാക്കി ഗവർണർക്ക് കൈമാറാനാണ് സർക്കാരിന്റെ തീരുമാനം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമേ ഗവർണർ പുതിയ തീരുമാനമെടുക്കൂ എന്ന് കരുതുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. അച്ചടക്കത്തോടുകൂടി കൃത്യമായ നിലയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു സംവിധാനത്തെ ദയവ് ചെയ്ത് അട്ടിമറിക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ജനാധിപത്യപരമായി നടപടികൾ സ്വീകരിക്കാൻ ചാൻസലർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ആര് രൂപവത്കരിക്കണമെന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. KTUവിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിന് കഴിഞ്ഞ വർഷം ഗവർണറും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വെവ്വേറെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇക്കാര്യത്തിലും ഗവർണർ കടുംപിടുത്തം തുടർന്നാൽ കാര്യങ്ങൾ സങ്കീർണമായി തുടരും. ഗവർണർ സർക്കാർ വിഷയത്തിൽ പ്രവർത്തനം താറുമാറായ കേരള സർവകലാശാല വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹം ഡോക്ടർ എന്ന നിലയിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന, നന്നായി രോഗികളെ നോക്കിയിരുന്ന ഡോക്ടറാണ്. പക്ഷേ അക്കാദമികമായിട്ടുള്ള ഒരു വിശാല വീക്ഷണം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ നിന്ന് തന്നെ വരുന്നത്. കാരണം അദ്ദേഹം സംഘർഷത്തെ പേടിച്ച് മാളത്തിലൊളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ താല്പര്യക്കുറവാണ് സൂചിപ്പിക്കുന്നത്. മോഹനൻ കുന്നുമ്മലിന്റേതും താത്കാലിക ചുമതലയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ താത്കാലിക VCമാരെ മാത്രം മാറ്റാനല്ല സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന സൂചന നൽകുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് ശേഷം വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും സർക്കാർ അതിവേഗം തീരുമാനമെടുത്തേക്കും. രാജ്ഭവനായി തുടർന്നാൽ ബഹുമാനിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. രാജ്ഭവൻ ഭരണഘടനാപരമായി രാജ്ഭവനായി നിന്നാൽ, ഭരണഘടന ആഗ്രഹിക്കുന്നത് പോലെ രാജ്ഭവനായി നിന്നാൽ ഞങ്ങൾ എല്ലാ നിലയിലും ബഹുമാനിക്കും. രാജ്ഭവൻ മാരാർജി ഭവനായി മാറാൻ ശ്രമിച്ചാൽ അതിനെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് തന്നെ ഞങ്ങൾ സ്വീകരിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖല സർക്കാർ ചാൻസലർ തർക്കങ്ങളുടെ മാത്രം കേന്ദ്രമായി മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രവിവാദം സംബന്ധിച്ച VD സതീശന്റെ ഇന്നത്തെ പ്രതികരണം ഇങ്ങനെ: ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ? ഇതൊന്ന് തീർക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ലേ? ഏതൊരു ഹോള് വാടകയ്ക്ക് കൊടുത്ത് ഹോളിൻ്റെ ബാക്ക്ഡ്രോപ്പ് വച്ചതിൻ്റെ പേരിലാണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത്. അതേസമയം കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിനെതിരായ SFI പ്രതിഷേധം ഇന്നും തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.